പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹ വന്ദനം. ഇമ്മാനുവേൽ പ്രേയർ മിഷന്റെ ഉറവ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. കർത്താവിൽ പ്രിയരെ, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്തുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കും. അല്പസമയത്തെ ചിന്തകൾക്കായിട്ടൊരു തിരുവചന ഭാഗം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 7-ാം അധ്യായത്തിന്റെ 57-58 വാക്യശകലങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കാം. അവൻ ഉറക്കെ നിലവിളിച്ചു, ചെവി പൊത്തിക്കൊണ്ട് ഒന്നിച്ച് അവരെ നേരെ പാഞ്ഞ് വന്നു. അവനെ നഗരത്തിൽ നിന്നും തള്ളി പുറത്താക്കി കല്ലെറിഞ്ഞു. നമുക്ക് വളരെ പരിചിതമായിരിക്കുന്ന ഒരു വേദഭാഗമാണ് ഇവിടെ വായിച്ചത്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 7-ാം അധ്യായമാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകങ്ങൾ മിഷൻ ഫീൽഡാണ്. മിഷണറിമാരുടെ ശുശ്രൂഷകളുടെ ഭാഗമായിട്ടുള്ള വേദഭാഗങ്ങളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ ഇന്നത്തെ ഈ വാക്യങ്ങൾ വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി, ജനം പാഞ്ഞു വന്നു, അവനെ നഗരത്തിൽ നിന്നും തള്ളി പുറത്താക്കി കല്ലെറിഞ്ഞു കൊന്നു. ഈ വേദഭാഗം നമുക്ക് വളരെ പരിചിതമാണ്. ഒറ്റയ്ക്ക് ഒരു വ്യക്തിയെ കുറെ ആളുകൾ നേരിടുകയാണ്. നമ്മുടെ ഭാഷയിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ പറഞ്ഞാൽ ആൾക്കൂട്ട വിചാരണ നടക്കുകയാണ്. ആരെയാണ് പുറത്താക്കിയത്? ആരെയാണ് കല്ലെറിഞ്ഞത്? എന്തിനാണ് അത് ചെയ്യാൻ സാധ്യത വന്നത്? അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലുള്ളതിനെ പിടിക്കാമോ എന്ന് വിചാരിച്ച് ഞാൻ മുൻപോട്ട് പോകുന്നു എന്നാണ്. ഇവിടെ ക്രിസ്തുവിന്റെ കൈവെപ്പിനാൽ കടന്നു വന്ന അപ്പോസ്തലനായിരുന്നില്ല സ്തെഫാനോസ്. യേശുവിന്റെ മരണത്തിന് ശേഷം അപ്പോസ്തലന്മാരുടെ കാലഘട്ടം തുടങ്ങുന്ന കാലഘട്ടത്തിൽ യേശുവിനെ അറിയുകയും യേശുവിൽ രക്ഷിക്കപ്പെടുകയും ആ യേശുവിന്റെ സാക്ഷിയായി അനേക ഇടങ്ങളിൽ കടന്നു ചെന്ന, വളരെ ശക്തിയോടും വീറോടും ആത്മാവിൽ നിറവോടും കൂടെ ദൈവത്തിന്റെ വചനം അതിശക്തമായി ഘോഷിച്ച ഒരു വ്യക്തിയാണ് സ്തെഫാനോസ്. സ്തെഫാനോസിനെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഒരുപാട് പഠന വിഷയങ്ങൾ ആക്കുവാനുള്ള ഒരു വ്യക്തിയാണ്. കുറച്ച് മാത്രമേ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നുള്ളൂ. എങ്കിലും ആ അല്പമായിരിക്കുന്ന കാര്യത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഒരു ശുശ്രൂഷകന് മനസ്സിലാക്കുവാൻ, പഠിക്കുവാൻ, ചിന്തിക്കുവാൻ, ധ്യാനിക്കുവാൻ, വിവേചനത്തോടുകൂടെ മനസ്സിലാക്കുവാൻ അതിൽ നിന്നും നമുക്ക് സാധ്യമായി തീരും. ഒരു ദൈവദാസന്റെ യാത്ര, ശുശ്രൂഷ, പ്രവർത്തനങ്ങൾ, മേഖലകൾ, അതിനെയൊക്കെ സംവത്സരമായി പഠിക്കുവാൻ കഴിയുന്നത് നമുക്ക് സ്തെഫാനോസിലൂടെ കാണാൻ കഴിയും. സ്തെഫാനോസ് 1-ാം നൂറ്റാണ്ടിൽ കർത്താവിന്റെ സാക്ഷിയായിട്ട് യാത്ര ചെയ്യുമ്പോൾ യഹൂദന്മാരാൽ പിടിക്കപ്പെടുകയും, കാരണം യഹൂദന്മാരുടെ നിയമത്തിന് വിരോധമായിട്ട് പ്രസംഗിച്ചു, ന്യായപ്രമാണത്തിനെതിരെ പ്രസംഗിച്ചു, അതിനെതിരെ ആൾക്കാരെ കൂട്ടി, അതിനെതിരെ പ്രാർത്ഥനകൾ നടന്നു, അതിനെതിരെ മിഷൻ ഫീൽഡിൽ പ്രവർത്തിച്ചു. അങ്ങനെ നല്ലൊരു മിഷണറിയായി ഗ്രാമാന്തരങ്ങളിൽ, പട്ടണങ്ങളിൽ, ഭവനങ്ങളിൽ, വ്യക്തി ജീവിതങ്ങളിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ കഴിഞ്ഞ ഒരു വ്യക്തിയാണ് സ്തെഫാനോസ്. ചുരുങ്ങിയ കാലഘട്ടങ്ങൾ കൊണ്ട് തന്റെ ജീവിതത്തെയും പ്രവർത്തനത്തെയും പെട്ടെന്ന് ജനഹൃദയങ്ങളിൽ കടന്നു ചെല്ലുവാൻ കഴിഞ്ഞ ഒരു വ്യക്തിയാണ് സ്തെഫാനോസ്. ആ സ്തെഫാനോസിന്റെ പ്രവർത്തന ശക്തി വളർന്നു വന്നപ്പോൾ ചില ആളുകൾ തന്നെ ആധികാരികമായി പിടിക്കപ്പെടുവാനിടയായി തീർന്നു. അതിനാൽക്കൂട്ട വിചാരണയ്ക്ക് വിധേയപ്പെടുകയാണ്. ഇന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ആൾക്കൂട്ട വിചാരണകൾ കൊണ്ട് എത്രയോ ആളുകളെ അടിച്ചു കൊന്നു, എത്രയോ ആളുകളെ കെട്ടിയിട്ട് മർദ്ദിച്ചു,
എത്രയോ ആളുകളുടെ കൈയും കാലും തല്ലിയൊടിച്ചിരിക്കുന്നു. എത്രയോ ആളുകൾ അതേ മാരകമായ ഉപദ്രവങ്ങൾ നേരിട്ടിരിക്കുന്നു. ഇന്നും അത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അന്നും ഉണ്ടായിരുന്നു, ഇന്നുമുണ്ട്. ഇന്ന് ദൈവദാസനായിരിക്കുന്ന സ്തെഫാനോസിനെ ഒരാൾക്കൂട്ട വിചാരണയ്ക്ക് വിധേയപ്പെടുകയാണ്. അങ്ങനെ അവർ പട്ടണത്തിന് പുറത്തേക്ക് വലിച്ച് ഇറക്കിക്കൊണ്ടുവരികയാണ്. ആ പട്ടണ വീഥികളിലൂടെ ഒരു വലിയ സമൂഹം കാണുന്ന വിധത്തിൽ, ജനസമൂഹം ശ്രദ്ധിക്കുന്ന വിധത്തിൽ, ജനസമൂഹം ഒറ്റപ്പെടുത്തിക്കൊണ്ട് ഒരു വലിയ കൂട്ടം ആളുകൾ ഒന്നായിട്ട് നിന്നിട്ട് ഒരു വ്യക്തിയോട് മാത്രം വ്യക്തിപരമായി വൈരാഗ്യം തീർക്കുന്നത് പോലെ ഒരു ഉപദേശത്തിന്റെ പേരിൽ വലിച്ചിരിക്കുകയാണ്. ആരെയും ഉപദ്രവിച്ചിട്ടല്ല, ആരെയും കൊന്നിട്ടല്ല, ആരെയും അപമാനിച്ചിട്ടല്ല, യേശുവിന്റെ സാക്ഷ്യം പ്രസ്താവിച്ചു എന്ന ഒരു കാരണം മാത്രമാണ് സ്തെഫാനോസിനുള്ളത്. പട്ടണത്തിന് പുറത്ത് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ അവിടെ വെച്ച് ജനം എല്ലാവരും ആ സ്തെഫാനോസിനെ കല്ലെറിയുകയാണ്. കല്ലെറിയുന്ന ആ സമയം സ്തെഫാനോസ് ഉറക്കെ നിലവിളിച്ചു, ഉറക്കെ കരഞ്ഞു. ദൈവത്തിന്റെ വചനം പറയുന്നത് അതേ ഉറക്കെ നിലവിളിച്ചു എന്നാണ്. നമുക്കറിയാം 77-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ ദാവീദ് അവിടെ പറയുന്നത് ശബ്ദമുയർത്തി ഞാൻ വിളിക്കുന്നു എന്നാണ്. ശബ്ദമുയർത്തി വിളിക്കുന്നു. നിന്റെ ശബ്ദം എത്രമാത്രം ഉണ്ടോ, നിന്റെ വേദനയുടെ നടുവിൽ, ഭാരത്തിന്റെ നടുവിൽ ഉറക്കെ വിളിക്കുക, യഹോവേ നീ താമസിക്കരുത് എന്ന്. ഇവിടെ ഉറക്കെ വിളിക്കുന്ന ഒരു ദൈവദാസനെ കാണാം. 43-ാം സങ്കീർത്തനം 9-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ അവിടെ പറയുന്നത് എന്നെ നീ മറന്നോ എന്ന് ചോദിക്കുന്നുണ്ട് ദാവീദ്. എന്നെ നീ മറന്നോ, യഹോവേ നീ എന്നെ മറന്നു കളഞ്ഞോ? ഈ കല്ലേറ് കൊള്ളുമ്പോൾ, നിന്റെ നാമത്തിന് വേണ്ടി നിൽക്കുമ്പോൾ, നിന്റെ ശുശ്രൂഷയ്ക്കായി നിൽക്കുമ്പോൾ അവിടുന്ന് ഏൽക്കേണ്ടി വന്നതായിരിക്കുന്ന ഈ കാര്യങ്ങൾ ഞാൻ അനുഭവിക്കുമ്പോൾ നീ കാണുന്നില്ലേ, നീ അറിയുന്നില്ലേ? സങ്കീർത്തനം 25-2 വായിക്കുമ്പോൾ എന്റെ ആശ്രയം ഞാൻ നിന്നിൽ ആക്കിയിരിക്കുന്നു, എന്റെ ആശ്രയം ഞാൻ നിന്നിൽ ആക്കിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഒറ്റപ്പെട്ടതായിരിക്കുന്ന അവസ്ഥകളിൽ നമ്മൾ ആയിരിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ വീടുകളിൽ വിചാരണപ്പെടുന്ന ഒരു അനുഭവം ഉണ്ടാകാം. ചോദ്യം ചെയ്യലുകളുടെ നടുവിൽ, അപമാനിക്കുന്ന വിധത്തിൽ, അപവാദങ്ങൾ പരത്തുന്ന വിധത്തിൽ, ഉപദ്രവം ഏൽക്കുന്ന വിധത്തിൽ, ഒറ്റപ്പെടുത്തുന്ന വിധത്തിൽ, തള്ളിക്കളയുന്ന വിധത്തിൽ, വേർപ്പെടുത്തുന്ന അവസ്ഥയിൽ, എല്ലാവരാലും വെറുക്കപ്പെടുന്ന ഒരവസ്ഥയിൽ നമ്മളെ ആൾക്കൂട്ടം വിചാരണയിൽപ്പെട്ടിട്ടുണ്ട്. വീട്ടിലുള്ളവർ, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ബന്ധുക്കൾ, ചർച്ചക്കാരാൽ നീ വിചാരണ നേരിട്ടിരിക്കുന്നുവോ എങ്കിൽ നീ കരഞ്ഞ കണ്ണുനീര് കാണുന്ന ഒരു ദൈവമുണ്ട്. നിലവിളിച്ച ശബ്ദം കേട്ടൊരു ദൈവമുണ്ട്. നീ മാറത്തടിച്ച് മാറിയിരുന്ന കരഞ്ഞ അനുഭവങ്ങൾ, മക്കൾ നിന്നെ ഒറ്റപ്പെടുത്തി വിചാരണയ്ക്ക് തുല്യമാക്കി മാറ്റിയപ്പോൾ കാണുന്നവനായിരിക്കുന്ന ഒരു ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ഇറങ്ങി വന്നു. സ്ഥിതികളെ മാറ്റി, സാഹചര്യങ്ങളെ മാറ്റി, അനുഭവങ്ങൾ പുതിയ അനുഭവമാക്കി മാറ്റി. സ്തെഫാനോസിനെ കൈവിടാത്തൊരു ദൈവമുണ്ട്. ഉറക്കെ വിളിച്ചപ്പോൾ താൻ സ്വർഗത്തിലേക്ക് കണ്ണുകളെ ഉയർത്തി. ദാവീദ് പറയുന്നു 121-ാം സങ്കീർത്തനത്തിൽ, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിൽ ഉയർത്തും, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? പലപ്പോഴും കണ്ണുകൾ ഉയർത്തി വീട്ടിലൊറ്റപ്പെട്ടപ്പോൾ, മക്കളാൽ വിചാരണ നടന്നപ്പോൾ, ഭർത്താവിനാൽ വിചാരണ നടന്നപ്പോൾ, സഹോദരങ്ങളാൽ വിചാരണ നടന്നപ്പോൾ, സഭക്കാരുടെ വിചാരണ നടന്നപ്പോൾ, സമൂഹത്തിലുള്ളവരുടെ വിചാരണ നടന്നപ്പോൾ, ജോലി സ്ഥലത്തിനെ ഒറ്റപ്പെടുത്തിയപ്പോൾ, അവിടെയുള്ളവർ നിന്നെ കുറ്റപ്പെടുത്തിയപ്പോൾ, അപമാനത്തിന് വിധേയപ്പെട്ടപ്പോൾ, സകലരുടെയും നടുവിൽ നീ അനുഭവിച്ച നൊമ്പരങ്ങളുണ്ടല്ലോ, കണ്ടൊരു ദൈവമുണ്ട്. പിടിവിക്കും, കൈവിടില്ല, ചേർത്ത് പിടിക്കും. നീ എന്നെ കാണുന്നല്ലോ കർത്താവേ. തുടരും, പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സമസ്ത പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പകൽ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു, രോഗികളായി കഴിയുന്നവരെ ഓർക്കുന്നു. സ്വദേശത്തും വിദേശത്തും ജോലിയോടുള്ള ബന്ധത്തിൽ ഗൾഫിലും യൂറോപ്പിലും അമേരിക്കയിലുമായി താമസിക്കുന്നവര്, കുടുംബമായി പാർക്കുന്നവര്, പഠനത്തിനായി കടന്നുപോയവര്, ബിസിനസ് ചെയ്യുന്നവര്, കുഞ്ഞുങ്ങളുടെ വിവാഹം ആഗ്രഹിക്കുന്ന തലമുറയ്ക്ക് വേണ്ടി കരയുന്നവരാണ്.
കുഞ്ഞുങ്ങളുടെ പഠനങ്ങൾ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവം ധാരാളമായിട്ട് എല്ലാവരെയും അനുഗ്രഹിച്ച്